ഈ അടപടല മൂഞ്ച എന്ന് പറയുന്ന കേട്ടോ. അത് ഇതാണ് ഇത്. അതായത് നമ്മൾ സാധാരണ പോരുന്ന റൂട്ട് തന്നെയാണ്. ഇതല്ല കേട്ടോ പോരുന്ന റൂട്ട്. അതായത് കൊല്ലൂർ വഴി സാഗർ, കർണാടകയിലെ സാഗർ ചുരക്ക് കയറി ഇങ്ങനെ പോകുന്നത് സാധാരണ പോരുന്ന റൂട്ട് തന്നെയാണ്. അപ്പം ഇന്ന് ഞാനിങ്ങനെ മാപ്പ് ഇങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ 10-25 കിലോമീറ്റർ ലാഭം ഒരു റൂട്ട് കാണിച്ച്. അപ്പം ഒന്ന് അതിലൊന്ന് പോയി ഒക്കെ അയച്ചു. പോയി നോക്കിയപ്പോൾ മക്കളെ കൊടുങ്കാട് മാപ്പ് ഒക്കെ 24 കാടായാലും നമുക്ക് പ്രതീക്ഷ ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രതീക്ഷയിൽ ഇങ്ങനെ വന്ന് റോഡാണെങ്കിൽ തോടുമാതിരി ആയി വരിക. ഇങ്ങനെ പാറ്റ മോശമായി. ഇപ്പോൾ ഒരു 3 കിലോമീറ്റർ ആയിട്ട് പാറ്റ മോശ റോഡ്. എന്നിട്ട് അടുത്തെത്തിയപ്പോൾ മാപ്പ് കാണിക്കുന്ന പണിയുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. അതൊന്ന് കണ്ടോക്കിയാണ് എന്താണ് കാണിക്കുന്നത്. ടേക്ക് ദ ഫെറി ടു, പിന്നെ കന്നഡയിൽ എന്തോ എഴുതിയാണ്. ഈ ഫെറി അതായത് ബോട്ട് കയറ്റി കൊണ്ടുപോകാനായി മാപ്പ് കാണിക്കുക. ബോട്ട് കയറ്റി കൊണ്ടുപോകാൻ ലോറി പെടൽ നോക്കണം നിങ്ങൾ. ജാതി ഹൈ ഐ ലൈക്ക് ഗൂഗിൾ മാപ്പേ നന്ദി ഉണ്ടാ. ഇനി 10-30 കിലോമീറ്റർ തിരിച്ചോടേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു ഇത്. നോക്കട്ടെ, ഏതായാലും അങ്ങോട്ടൊന്ന് പോയി കേട്ടോ. അടുത്തേക്ക് എത്തിയിട്ടൊക്കെ ബാക്കി കൂടി കാട്ടിത്തരാം. അവസാനം നമ്മൾ എത്തിയിരിക്കുകയാണ് മക്കളെ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അത് തന്നെ സംഭവിച്ചു. ഇങ്ങനെ ഒരു സ്ഥലത്ത് കണ്ടെത്തി പണ്ടാറടക്കി. അടിപൊളി. ഈ സ്ഥലത്താണ് എത്തിപ്പെട്ടത്. ഇവിടെ ഇങ്ങനെ ഒരു പാലം കിടക്കുന്നു. എന്നെ ചതിച്ച ഗൂഗിൾ മാപ്പിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ടേക്ക് ദ ഫെറി. എങ്ങനെ ഇരിക്കണ്? 10-30 കിലോമീറ്റർ എന്നെ ഇങ്ങോട്ട് ഓടിച്ച ഗൂഗിൾ മാപ്പിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഗൂഗിളിൻ്റെ അമരത്തിരിക്കുന്ന സുക്കർബർഗ് ചേട്ടനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ സമയവും 8 മണിയാകുമ്പോഴത്തേന് ഗൂഗിൾ മാപ്പ് എന്നെ ഗൂഗിൾ മാപ്പല്ല, ലോഡിങ് 7:50 എത്താൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ കാണിച്ചപ്പോൾ ഓക്കെ 7:00 എത്തും. അപ്പോൾ നമ്മളെ ഗൂഗിൾ മാപ്പ് അതിഗംഭീരമായി ഊമ്പിച്ചിരിക്കുകയാണ്. ആയതിനാൽ ഞാൻ മടങ്ങുകയാണ്. പ്രിയമുള്ളവരെ, മടങ്ങുകയാണ്. അവിടെ ഫെറി, അവിടെ നദിയാണ്, നീരാണ്. അവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് ഉണ്ടായിന്. അവിടെ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഏറ്റവും എൻ്റെ പ്രിയം നിറഞ്ഞ ഗൂഗിൾ മാപ്പ് എന്നോട് എന്തിനീ പണി ചെയ്തു? ശുക്രണ്ണ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഇതിന് കഴപ്പ് എന്ന് പറയും. നല്ലതിലേക്ക് നമ്മൾ സ്ഥിരമായിട്ട് പോണ റൂട്ട് അവിടെ ഉണ്ടായിട്ട് ഒരു പരീക്ഷണം നടത്തിയതാ. 10-30 കിലോമീറ്റർ ലാഭം എന്ന് കാണുമ്പോൾ ആരും ഒന്ന് പരീക്ഷിക്കുമല്ലോ. ഒടുക്കത്തെ പരീക്ഷണമായിപ്പോയി. ചില ആൾക്കാരൊക്കെ പറയായിരിക്കും നിനക്ക് ബോർഡ് നോക്കി പോകയില്ലേ, ഈ ആയാലും ബനിയൻ തോരട്ട പോലെയുള്ള അക്ഷരം എങ്ങനെ വായിച്ചെടുക്കാണ്? ഗൂഗിളിന് വരെ വായിച്ചാൻ കിട്ടിയിട്ടില്ല. അതുപോലെ അവസാനം മക്കളെ തിരിച്ചു പോന്ന് 30 കിലോമീറ്റർ തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മൾ അവസാനം ഒരു നാഷണൽ ഹൈവേ ആണ് ഇത് കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴാണ് കേരളത്തിൻ്റെ റോഡിനെ കുറിച്ചും ബാക്കിയുള്ള സംഗതികൾക്കോ ഒക്കെ നമുക്കൊരു മതിപ്പ് വരണേ. ഇതൊരു നാഷണൽ ഹൈവേ ആണ്. അതായത് ഒരു ലോറി ഇങ്ങോട്ടൊരു ലോറി തിരിച്ചു വന്നാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമല്ല. ഇത് കുഴപ്പമില്ല, റോഡ് നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല, വീതിയില്ല എന്നുള്ളൂ. പക്ഷേ ഈ റോഡ് വന്നാണ് എൻ്റെ കഴപ്പ് കൊണ്ട് ആ റോഡിന് പോയത്. അങ്ങനെ എന്തായി, പഠിക്കാനായി.
ഗൂഗിൾ മാപ്പ് അതുവരെ ആ പോട്ടെ പോട്ടെ ആ കുഞ്ഞാണി പോട്ടെ മുന്നിക്ക് പോട്ടെ ഇറങ്ങാണ്ടേ അവിടെ അവിടെ ആ പോയിന്റെ വക്കത്ത് തോളം പോട്ടെ അവിടെ ഈ മയില് കുറ്റികളും ഉണ്ട് കേട്ടോ. അത് വേറെ കാര്യം. 27 കിലോമീറ്റർ സാഗർ 26 കിലോമീറ്റർ 25 കിലോമീറ്റർ ആണ് ഉണ്ട്. പിന്നെ ആ പോയിന്റെ അടുത്തെത്തിയപ്പോൾ എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിക്കുക ടേക്ക് ദ ഫെറിന്ന്. എൻ്റെ അപ്പൻ്റെ ആണല്ലോ ഫെറി എടുക്കാൻ. അവിടെ എത്തിയപ്പോൾ ഫോറസ്റ്റ് ഗാർഡ് വരാം. എന്താ പറഞ്ഞ ഇത്ര ദൊഡ ഗാഡി ഹോഗില്ലേ ആണ്. അപ്പം നன்றി അണ്ണാറിൻ്റെ തിരിച്ച് കുറച്ച് സമയം പോയി കിട്ടി, കുറച്ച് ഡീസലും പോയി കിട്ടി. അങ്ങനെ കഴപ്പ അങ്ങ് മാറി കിട്ടി മറ്റോ പറഞ്ഞ പോലെ.